ഹായ്, ഹിസ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടൗൺ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പി ലൈഫ് ഹാസ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. അപ്പം നമ്മളിന്ന് നോക്കുന്നത് ന്യൂ ഇയർ ഈവ് സ്പെഷ്യാലിറ്റീസ്, ന്യൂ ഇയർ ഈവിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ വർഷത്തിലെ അവസാന ദിവസമായ ഡിസംബർ 31 സായാഹ്നം മുതൽ അങ്ങോട്ടുള്ള മണിക്കൂറുകളെയാണ് ന്യൂ ഇയർ ഈവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് വർഷത്തിലെ അവസാന ദിവസമായ ഡിസംബർ 31 സായാഹ്നം മുതൽ അങ്ങോട്ടുള്ള മണിക്കൂറുകളിലാണല്ലോ പുതുവത്സരത്തെ വരവേൽക്കാൻ വേണ്ടി ലോകം കാത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ലോകം അതിനുവേണ്ടി സജീവ തയ്യാറെടുപ്പുകൾ നടത്തുന്നത്. അതുകൊണ്ടാണ് ന്യൂ ഇയർ ഈവ് എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെയധികം പ്രത്യേകത നൽകുന്നത്, അല്ലെങ്കിൽ വളരെയധികം ഹാപ്പിനെസ് നൽകുന്ന ഒരു ദിവസമാണ്, അല്ലെങ്കിൽ ഒരു മണിക്കൂറുകളാണെന്ന് പറയുവാൻ സാധിക്കും. കാരണം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പല രീതിയിലാണ് ന്യൂ ഇയർ ഈവിൻ്റെ ആഘോഷങ്ങൾ, അല്ലെങ്കിൽ പുതുവത്സരത്തെ വരവേൽക്കാൻ വേണ്ടി ലോകം തയ്യാറെടുക്കുന്ന മണിക്കൂറുകളാണല്ലോ ഡിസംബർ 31 ന്യൂ ഇയർ ഈവ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം എല്ലാ വർഷവും ഡിസംബർ 31 ന്യൂ ഇയർ ഈവ് ആഘോഷിക്കുന്നത്. അതായത് ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള ജനുവരി വർഷ ആദ്യവും ഡിസംബർ വർഷ അവസാനവുമായിട്ട് ആഘോഷിക്കപ്പെടുന്ന ഗ്രിഗോറിയൻ കലണ്ടറാണ് ഇന്നെല്ലാവരും പിന്തുടരുന്നത്. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരമാണ് ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള 12 മാസങ്ങൾ. അപ്പോൾ ജനുവരിയിൽ വർഷം ആരംഭിക്കുന്നു, ഡിസംബറിൽ വർഷം അവസാനിക്കുന്നു. അതായത് ഡിസംബർ 31 വർഷത്തിലെ ഏറ്റവും അവസാന ദിവസം. അപ്പോൾ അതിൻ്റെ സായാഹ്നം മുതലുള്ള മണിക്കൂറുകളാണ് ന്യൂ ഇയർ ഈവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പല രാജ്യങ്ങളിലും പല രീതിയിലാണ് ന്യൂ ഇയറിനെ വരവേൽക്കുക. നൃത്തം കളിച്ചും പടക്കം പൊട്ടിച്ചും ഫ്രണ്ട്സുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്തും മദ്യപിച്ചും അങ്ങനെ പല രീതിയിലുള്ള ആഘോഷങ്ങളാണ് നടക്കുന്നത്. അമേരിക്കയിലൊക്കെ ആണെങ്കിൽ ടൈം സ്ക്വയറിലാണ് ന്യൂ ഇയർ സെലിബ്രേഷൻ നടക്കുക. കറക്റ്റ് ഇപ്പോൾ നൈറ്റ് 12 മണിയാകുമ്പോഴേക്കും കൗണ്ട് ഡൗൺ എന്നെഴുതി 3, 2, 1 എന്നെഴുതിക്കൊണ്ട് 2024 എന്നെഴുതിയാണ് അമേരിക്കക്കാർ തങ്ങളുടെ പുതുവർഷത്തെ ആഘോഷിക്കുന്നത്. അതോടൊപ്പം ക്രൈസ്തവ വിശ്വാസികളായിക്കോട്ടെ തങ്ങളുടെ ദിവ്യബലിയിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടാണ് ന്യൂ ഇയറിനെ വരവേൽക്കുന്നത്. കേരളത്തിലോട്ട് വന്നു കഴിയുമ്പോൾ ഫോർട്ട് കൊച്ചിയിലാട്ടെ പാപ്പാനിയെ കത്തിച്ചുകൊണ്ടാണ് ന്യൂ ഇയറിനെ വരവേൽക്കുന്നത്. അങ്ങനെ പല രാജ്യങ്ങളിൽ പല സംസ്കാരങ്ങളിൽ പല രീതിയിലാണ് ന്യൂ ഇയറിനെ വരവേൽക്കുന്നതെന്ന് പറയാം. ഏറ്റവും ആദ്യം ന്യൂ ഇയർ എത്തുന്നത് പസഫിക് സമുദ്രത്തിലാണ്. പസഫിക് സമുദ്രത്തിലെ ലൈൻ ദ്വീപുകളിലാണ് ഏറ്റവും ആദ്യം ന്യൂ ഇയർ എത്തുക. ലൈൻ ദ്വീപുകളിലെ ടോങ്കോ എന്ന സ്ഥലങ്ങളിലാണ് ഏറ്റവും ആദ്യം ന്യൂ ഇയർ എത്തുന്നത്. ഏറ്റവും അവസാനം ന്യൂ ഇയർ എത്തുന്നത് അമേരിക്കയിലെ വേക്കർ ഹൗലാൻഡ് ദ്വീപുകളിലാണ് ഏറ്റവും അവസാനം ന്യൂ ഇയർ എത്തുന്നത്. അങ്ങനെ പല രാജ്യങ്ങളിൽ പല രീതിയിലുള്ള ആഘോഷങ്ങളായിരിക്കും ന്യൂ ഇയറിന് നടക്കുക എന്നത്. ന്യൂ ഇയർ എല്ലാവരും ലോകം മൊത്തം ഡിസംബർ 31 സായാഹ്നമായി കഴിയുമ്പോൾ വർഷത്തെ വരവേൽക്കാൻ വേണ്ടി തങ്ങളുടെ കാത്തിരിപ്പുകൾ അല്ലെങ്കിൽ തങ്ങളുടെ ആഘോഷങ്ങൾ നടത്തുന്നു. അപ്പോൾ എല്ലാവർക്കും 2024 വളരെ മനോഹരമായ ഒരു വർഷമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു വർഷമാകട്ടെ 2024 എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും വിഷ് എ ഹാപ്പി ന്യൂ ഇയർ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.